ഇസ്രായേൽ സഖ്യത്തിനെതിരെ കരുത്തുറ്റ ബാലിസ്റ്റിക് മിസൈലുകളിലൊന്നായ ഖൊരംശഹർ മിസൈൽ പ്രയോഗിച്ച് ഇറാൻ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. മധ്യ പൂർവേഷ്യയിലെ യുദ്ധാവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്നതിനിടെ ഇറാൻ തങ്ങളുടെ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളിലൊന്നായ ഖൊരംശഹർ മിസൈൽ പ്രയോഗിച്ചതായി ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇറാന്റെ വിപ്ലവസേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ശത്രുക്കളുടെ സാങ്കേതിക കേന്ദ്രങ്ങളെയാണ് ഇക്കുറി ഇറാൻ ലക്ഷ്യമിട്ടത്. ആ ആക്രമണം 3 മണിക്കൂറിലധികം നീണ്ടുനിന്നതായും IRGC വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിന്റെ ഹൃദയഭാഗത്തുള്ള ബീർ യാക്കോവിലെ സൈനിക കേന്ദ്രം, ടെല്ലവീവിന്റെ തെക്കൻ പ്രദേശത്തുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ, ഹൈഫ തുറമുഖം എന്നിവയെല്ലാം തങ്ങൾ ആക്രമണത്തിന് ഇരയാക്കിയെന്നാണ് IRGC അവകാശപ്പെടുന്നത്. മാരകകാരിയായ ഖൊരംശഹർ മിസൈലിനെ കൂടാതെ ഖൈബർ ഷക്കാൻ, ഖത്തർ തുടങ്ങിയ മിസൈലുകൾ കൂടി തങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങൾ ഉന്നമിടാൻ തങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്നും IRGC പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇതിനകം തന്നെ അതീവ സംഘർഷാവസ്ഥ നിലനിൽക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ ആയുധശേഖരത്തിലെ മാരക മിസൈൽ സംവിധാനങ്ങളിലൊന്നായ ഖൊരംശഹർ പ്രയോഗിച്ചു എന്ന ഈ പ്രഖ്യാപനം യുദ്ധം കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന ആശങ്കയും ഉയർത്തുകയാണ്. ഇറാൻ വികസിപ്പിച്ച മധ്യദൂര ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഖൊരംശഹർ. ദൂരപരിധി, സ്ഫോടകശേഷി, വേഗത തുടങ്ങിയ ശേഷികൾ പരിഗണിക്കുമ്പോൾ ഇറാന്റെ ഏറ്റവും ശക്തമായ മിസൈലുകളിലൊന്നായാണ് ഖൊരംശഹറിനെ പ്രതിരോധ വിദഗ്ധർ കണക്കാക്കുന്നത്. ഏകദേശം 2000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ ഖൊരംശഹർ മിസൈലിനാകും. 1800 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ വഹിക്കാനും ഈ മിസൈലിന് ശേഷിയുണ്ട്. തൊടുത്തു കഴിഞ്ഞാൽ ശരവേഗത്തിൽ ഈ മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തും. മൊബൈൽ ലോഞ്ചറുകളിൽ നിന്നും ഇവ വിക്ഷേപിക്കാനാകും എന്നതിനാൽ എവിടെ നിന്നു വേണമെങ്കിലും ഈ മിസൈലിനെ തൊടുത്തുവിടാനുമാകും. അതിനാൽ തന്നെ ഇവയുടെ വിന്യാസത്തെ സംബന്ധിച്ച മുൻകൂർ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് ശത്രു റഡാറുകൾ പരാജയമടയും. അതിനൂതന ശേഷികളുള്ള ഈ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നതും ശത്രുക്കൾക്ക് വെല്ലുവിളിയായിത്തീരുന്നു. ഖൊരംശഹർ എന്ന പേര് ഇറാനിലെ ഒരു ചരിത്രപ്രധാന നഗരത്തിന്റേതാണ്. ഖൊരംശഹർ നഗരമാണ് ഇറാൻ ഇറാഖ് വാർ സമയത്ത് ഏറ്റവും രൂക്ഷമായ പോരാട്ടങ്ങൾ നടന്ന സ്ഥലങ്ങളിലൊന്നായി അറിയപ്പെടുന്നത്. ആ ചരിത്രത്തിന്റെ പ്രതീകമായാണ് ഇറാൻ ഈ മിസൈൽ വികസിപ്പിച്ചെടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ഖൊരംശഹർ മിസൈലിന് പല പതിപ്പുകളുണ്ട്. ഏറ്റവും പുതിയ പതിപ്പുകളിലൊന്നായ ഖൊരംശഹർ 4 മിസൈൽ കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക ഘടകങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്ന അത്യാധുനിക ഇന്ധന സംവിധാനം, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന സാങ്കേതികത, 1 ടൺ വരെ വാർഹെഡ് വഹിക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ഈ പുതിയ പതിപ്പിന്റെ പ്രത്യേകതയാണ്. ഇക്കാരണങ്ങളാലാണ് ഇറാന്റെ കരുത്തുറ്റ ആയുധമായി ഇത് മാറുന്നത്. ഏകദേശം 2000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നതിനാൽ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചാൽ മധ്യപൂർവേഷ്യയിലെ നിരവധി പ്രദേശങ്ങൾ ലക്ഷ്യമിടാൻ ഈ മിസൈലിനാകും. തങ്ങൾ ഖൊരംശഹർ പോലുള്ള അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെട്ടതിലൂടെ യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് തങ്ങൾ കടക്കുകയാണെന്ന സൂചനയാണ് അവർ തന്നിരിക്കുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു. ആഗോള സൈനിക വിശകലനങ്ങൾ പ്രകാരം അവർ അവകാശപ്പെട്ടിരിക്കുന്നത് ഒരു സാധാരണ ആയുധ പ്രയോഗമല്ല, മറിച്ച് വിദൂരതയിൽ നിന്നും ശക്തമായ ആക്രമണം നടത്താനുള്ള ഇറാന്റെ ശേഷി ലോകത്തിനു മുന്നിൽ പ്രകടിപ്പിക്കുന്ന ഒരു സന്ദേശം കൂടിയാണത്. അതിനാൽ തന്നെ ഇനി അങ്ങോട്ട് യുദ്ധത്തിന്റെ ഗതി എങ്ങനെ മാറുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. വാർത്തയുടെ നിറം തേടി തനിനിറം.